വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട പ്രവർത്തകരുടെ വീടുകളിൽ വ്യാപക പരിശോധനയുമായി ക്രൈംബ്രാഞ്ച്. KSU പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി നുബിൻ ബിനുവിന്റെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ പിടിച്ചെടുത്തു. AV ജയശങ്കറാണ് ചേരുന്നത് പത്തനംതിട്ടയിൽ നിന്ന്. ഒപ്പം തിരുവനന്തപുരത്ത് നിന്ന് സലിം മാലിക് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ജയശങ്കറിലേക്കാണ്. ജയശങ്കർ, ഈ നുബിൻ ബിനുവിന്റെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം അത് എന്തുകൊണ്ടാണ്? നോക്കുമ്പോൾ മറ്റൊന്നും കണ്ടില്ല എങ്കിൽ, പരിശോധനയിൽ മറ്റൊന്നും കണ്ടില്ല എങ്കിൽ ഇങ്ങനെ ഫോൺ പിടിച്ചെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ട്? അതായത് സ്മിത, ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള ക്രൈംബ്രാഞ്ചിൻ്റെ 2 സംഘങ്ങൾ അടൂർ ഭാഗത്തേക്ക് എത്തുന്നത്. ഇവിടെ എത്തുകയും ഈ രാഹുലുമായി ബന്ധപ്പെട്ട അടുത്ത കേന്ദ്രങ്ങളുടെ വീട്ടുകളിലേക്ക് ഈ സംഘം ചെല്ലുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പരിശോധന നടത്തി 3 ഇടങ്ങളിലാണ്, 3 പ്രവർത്തകരുടെ വീടുകളിലാണ് ഇത്തരത്തിൽ പരിശോധന നടത്തിയത്. ഈ പരിശോധനയിൽ നുബിൻ ബിനുവിൻ്റെ വീട്ടിൽ നിന്ന് അദ്ദേഹം മുമ്പ് ഉപയോഗിച്ചിരുന്ന ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ക്രൈംബ്രാഞ്ച് സംഘം കൊണ്ടുപോയെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഈ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിൽ പോലും അവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള പ്രതികരണവും നിലവിലെ ഘട്ടത്തിൽ നടത്തുന്നില്ല. കാരണം അതീവ രഹസ്യമായാണ് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷണം കടുപ്പിച്ചത്. ആ കടുപ്പിക്കലിൻ്റെ ഭാഗമായാണ് പൊടുന്നനെ അടൂരിലെത്തി ഇത്തരത്തിൽ രാഹുലുമായി ബന്ധപ്പെട്ട പ്രവർത്തകരുടെ വീടുകളിൽ ഉൾപ്പെടെ പരിശോധന നടത്തി ക്രൈംബ്രാഞ്ച് സംഘം മടങ്ങിയിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 3 പ്രവർത്തകരുടെ വീടുകളിലാണ് പരിശോധന. ഈ പരിശോധനയിൽ നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരു ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ മാത്രമാണ് സംഘം കൊണ്ടുപോയത്. ഈ ഫോണിൽ നിന്ന് ഈ ഫോൺ റിട്രീവ് ചെയ്യുമ്പോൾ, ഇതിൻ്റെ ഡാറ്റകൾ പരിശോധിക്കുമ്പോൾ എന്തെങ്കിലും കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് പരിശോധിച്ച ശേഷം ക്രൈംബ്രാഞ്ച് തന്നെ വ്യക്തമാക്കേണ്ട കാര്യമാണ്. ഇതെല്ലാം തന്നെ വളരെ പഴയൊരു കേസാണ്. വർഷങ്ങളുടെ പഴക്കം നിലവിൽ ഈ കേസിനുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് നശിപ്പിക്കപ്പെടാനും ചിലപ്പോൾ അവിടെ തന്നെ കിടക്കാനുമൊക്കെയുള്ള സാധ്യതകൾ ക്രൈംബ്രാഞ്ച് സംഘം ഇപ്പോഴും കാണുന്നുണ്ട്. ഞാനിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നെല്ലിമുകളിലെ വീടിന് മുന്നിലാണ് നിൽക്കുന്നത്. രാഹുൽ വീടിനുള്ളിൽ തന്നെയുണ്ട്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് രാഹുലുമായി സംസാരിക്കുമ്പോൾ രാഹുൽ പ്രത്യേകിച്ചൊന്നും ഈ വിഷയത്തിൽ നിലവിൽ പ്രതികരിക്കുന്നില്ല. നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകുമോ എന്ന് ചോദിക്കുമ്പോൾ രാഹുലുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ, കേന്ദ്രങ്ങളിലൊക്കെ തന്നെ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു തരത്തിലുള്ള നോട്ടീസ് ലഭിച്ചിട്ടില്ല, ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല. പിന്നീട് എന്തിനാണ് ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഹാജരാവണം? രാഹുലിന് ഇതുവരെ ക്രൈംബ്രാഞ്ച് സംഘം ഈ കേസിൽ പ്രതി ചേർത്തിട്ടില്ല. രാഹുലുമായി ബന്ധപ്പെട്ട അടുത്ത പ്രവർത്തകർ മാത്രമാണ് ഈ കേസിലെ പ്രതികൾ. താനുമായി ബന്ധപ്പെട്ട ആളുകൾ ഇതിൽ ആരോപിതരാണ്. പക്ഷേ അതിൽ താൻ എങ്ങനെ പ്രതിയാകുമെന്നൊരു ചോദ്യം രാഹുലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ രാഹുലിനെ കോട്ട് ചെയ്തുകൊണ്ട് തന്നെ പറയുന്നുണ്ട്. എന്തായാലും നിലവിൽ ക്രൈംബ്രാഞ്ച് സംഘം ഇത്തരത്തിൽ പരിശോധന നടത്തി മടങ്ങിയെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. രാഹുലിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. നാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകാനും പോകുന്നില്ല. പിന്നീട് ക്രൈംബ്രാഞ്ചിൻ്റെ നീക്കം എന്തായിരിക്കും? ഇത്തരത്തിൽ വീട്ടിൽ വന്ന് പണ്ട് കന്റോൺമെൻറ്റ് പോലീസൊക്കെ ചെയ്തതുപോലെ വീട്ടിൽ വന്ന് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമോ, അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് ആകാംക്ഷ നിറയുന്ന സാഹചര്യത്തിലൂടെയാണ് എന്തായാലും കാര്യങ്ങൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ കുറേ മാസങ്ങളായി ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും അന്വേഷണം നിലച്ചൊരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ മ്യൂസിയം പോലീസ് ഈ കേസ് വളരെ കാര്യക്ഷമമായി അന്വേഷിക്കുകയും പിന്നീട് വിവാദങ്ങൾ കനത്തപ്പോൾ അത് ക്രൈംബ്രാഞ്ച് നൽകുകയും ചെയ്തതാണ്. പക്ഷേ ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുത്ത് ഇത്രയും നാൾ പിന്നിടുമ്പോൾ അതിൽ വലിയ തോതിലുള്ള പുരോഗതിയോ ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിയാക്കാനുള്ള രേഖകളോ കിട്ടിയിട്ടില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതികൾ, അവരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ക്രൈംബ്രാഞ്ച് കുറച്ച് തെളിവുകളൊക്കെ കൊണ്ടുപോയിരുന്നു. അത് കോടതിയിൽ എത്തിക്കുകയും കോടതി തന്നെ രൂക്ഷമായ വിമർശനം ഈ അന്വേഷണ സംഘത്തിന് നേരെ ഉയർത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ പ്രതികൾക്കൊക്കെ തന്നെ ജാമ്യം കിട്ടി അവർ പുറത്തൊക്കെ ഇറങ്ങാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടായത്. എന്തായാലും ഈ വിവാദങ്ങൾക്ക് പിന്നാലെ, ഈ ലൈംഗികാക്ഷേപ അല്ലെങ്കിൽ സന്ദേശ വിവാദങ്ങൾക്കൊക്കെ തന്നെ പിന്നാലെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണവും ക്രൈംബ്രാഞ്ച് കടുപ്പിച്ചിരിക്കുന്നത്. ആ കടുപ്പിക്കൽ വലിയ തോതിൽ തന്നെ ഉണ്ടെന്ന സൂചന നൽകുന്നതാണ് ഇത്തരത്തിലുള്ള പൊടുന്നനെയുള്ള ഒരു പരിശോധനയിലേക്ക് സംഘം കടന്നതായാലും നാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല. പിന്നീട് ക്രൈംബ്രാഞ്ചിൻ്റെ നീക്കം എന്താണെന്നത് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്. എന്തായാലും ക്രൈംബ്രാഞ്ച് സംഘം തിരുവനന്തപുരത്ത് നിന്ന് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് ക്രൈംബ്രാഞ്ച് വിപുലമായ അന്വേഷണം ഈ വിഷയത്തിൽ നടത്തുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് രാഹുലിൻ്റെ ഒരു ഐഫോൺ നിലവിൽ ക്രൈംബ്രാഞ്ചിൻ്റെ പക്കലുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് ലോക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഘട്ടത്തിൽ പിടിച്ചെടുത്ത ഐഫോൺ പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. കേരള പോലീസിൻ്റെ പക്കൽ ഈ ഐഫോൺ പരിശോധിക്കാനുള്ള സാങ്കേതിക വിദ്യ നിലവിലില്ല. പിന്നീട് രാഹുലിനോട് തന്നെ ഈ ഫോണിൻ്റെ പാസ്വേഡ്, ഐക്ലൗഡിൻ്റെ ഉൾപ്പെടെ പാസ്വേഡ് വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് സംഘം ആരാഞ്ഞു. പക്ഷേ അഭിഭാഷകനുമായി ചോദിച്ച് നൽകാമെന്ന മറുപടി രാഹുൽ പറഞ്ഞു. പിന്നീട് ആ പരിശോധന നടന്നില്ല. രാഹുൽ പാസ്വേഡ് നൽകിയില്ല. ക്രൈംബ്രാഞ്ചും ഇതുമായി ബന്ധപ്പെട്ട്
തുടർ നീക്കങ്ങൾ നടത്തിയതുമില്ല. ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ രാഹുലുമായി ബന്ധപ്പെട്ട് സമ്പൂർണ്ണ വിവാദങ്ങൾ നിൽക്കുമ്പോൾ മറ്റൊരു കേസ് ഈ പെൺകുട്ടികളെ പിന്നാലെ നടന്ന് ശല്യം ചെയ്ത് ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്രൈംബ്രാഞ്ച് മറ്റൊരു കേസെടുത്ത ഘട്ടത്തിലാണ് വീണ്ടും വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസുമായി ബന്ധപ്പെട്ട് പഴയ അന്വേഷണ സംഘം കൂടുതൽ ഉണർവോടുകൂടി ഇത്തരത്തിലൊരു അന്വേഷണമായി നിലവിൽ രംഗത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിനപ്പുറത്തേക്ക് മറ്റ് തെളിവുകൾ ഇത്രയും വർഷം കഴിയുമ്പോൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ ഈ പിടിച്ചെടുത്ത ഫോൺ ഉൾപ്പെടെ പരിശോധിക്കാനുണ്ട്. ആ ഘട്ടത്തിലായിരിക്കും ആ ഫോണിൽ എന്തെങ്കിലും തരത്തിലുള്ള കേസിന് അനുയോജ്യമായ രാഹുലിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തെളിവുകൾ ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ജയശങ്കറാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സലിം മാലിക് കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സലിം, ജയശങ്കർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയത്തിൽ രാഹുലിന്റെ ഒരു പേര് അതൊരു ശബ്ദരേഖയിൽ ഉണ്ടായിരുന്നു. മൂന്നാം പ്രതി അഭിജിത്തിന്റെ ഫോണിലുള്ള ശബ്ദ സന്ദേശത്തിൽ അതിനെ തുടർന്നുണ്ടായ അന്വേഷണങ്ങൾ അത് ഏറെക്കുറെ വലിയ പുരോഗതി ഒന്നും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ വലിയ പ്രശ്നങ്ങൾ വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ എല്ലാ തരത്തിലുള്ള ആരോപണങ്ങളും പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. അപ്പോഴാണ് ഈ കേസ് വീണ്ടും ശക്തമായി തന്നെ വരുന്നത്. ഇന്നിപ്പോൾ പരിശോധന നടത്തുന്നു ക്രൈംബ്രാഞ്ച്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ജയശങ്കർ സൂചിപ്പിച്ച ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഇതിലിനി കൂടുതൽ തെളിവുകൾ എന്താണ് ലഭിക്കാനുള്ളത് എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. അഥവാ എന്തെങ്കിലും സൂചനകളോ തെളിവുകളോ കൂടുതൽ കിട്ടിയാൽ അത് രാഹുലിന് ഈ ഒരു ഘട്ടത്തിൽ വലിയൊരു പ്രശ്നമാവുകയും ചെയ്യും. സ്മിത, രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ രണ്ട് അന്വേഷണങ്ങൾ, രണ്ട് പരാതികളാണ് മുൻപിലുള്ളത്. അതൊന്ന് വ്യാജ ID കാർഡുമായി ബന്ധപ്പെട്ട വിവാദമാണ്, മറ്റൊന്നാണ് നിലവിലുള്ള ഈ ലൈംഗികാരോപണവുമായുള്ളത്. ഇത് രണ്ടും ഒരേ സമയം തന്നെ അന്വേഷണം നടക്കുകയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ലക്ഷ്യമിടുന്നത് ഈ തുടർന്ന് വന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കൂടുതൽ മുറുക്കുക എന്നുള്ളതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഈ ഇടക്കാലത്ത് വെച്ച് അവസാനിപ്പിച്ച ക്രൈംബ്രാഞ്ച് നടപടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും സജീവമായി രംഗത്തെത്തുന്നത്. അപ്പോഴും ക്രൈംബ്രാഞ്ചിനുള്ള ചില സംശയങ്ങൾ, അത് ഏതെങ്കിലും നിലയിൽ രാഹുലിനെ ഈ കേസുമായി ബന്ധപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ ഒളിപ്പിക്കുന്നെങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതി ചേർക്കുക എന്ന ഘട്ടത്തിലേക്ക് പോകില്ല. ഇതിൻ്റെ കുറ്റപത്രം സമർപ്പിക്കുമ്പോഴുൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിലെ മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷമാകും വിടുക. എന്തായാലും ഫോൺ സംഭാഷണങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ശേഖരിച്ചിട്ടുണ്ട് ക്രൈംബ്രാഞ്ച്. ഒപ്പം തന്നെ ഇപ്പോൾ പിടിച്ചെടുത്ത മറ്റ് രേഖകൾ, മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ളവയിൽ നിന്നും വ്യാപക പരിശോധന നടത്തി ഈ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഏതെങ്കിലും നിലയിൽ കണക്ട് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് നോക്കുന്നത്. ആദ്യഘട്ടത്തിൽ അത്തരത്തിലുള്ള പരിശോധനകൾ നടത്തുകയും അങ്ങനെ കണക്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് കണ്ടെത്തിയ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട കേസ് അവസാനിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും സജീവമായ നീക്കം നടക്കുന്നത്. അതിനിടയിൽ ലൈംഗികാരോപണവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസുകൾ ഈ പരാതിക്കാരികളെ തേടുകയാണ് നിലവിൽ. ഇപ്പോൾ ഏതെങ്കിലും നിലയിൽ കൂടുതൽ പരാതിക്കാരികളുണ്ടോ എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത്. ഒപ്പം തന്നെ ആദ്യഘട്ടത്തിൽ വെളിപ്പെടുത്തലുമായി വന്ന 3 യുവതികളിൽ നിന്നും മൊഴി രേഖപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഇന്ന് തന്നെ ഒരുപക്ഷെ ആ മൊഴി രേഖപ്പെടുത്തിയേക്കും. അതിന് പിന്നാലെ ഏതെങ്കിലും നിലയിൽ അവർക്കും കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടോ എന്നുകൂടി ക്രൈംബ്രാഞ്ച് ചോദിച്ചറിയുകയും ചെയ്യും. അങ്ങനെ ക്രൈംബ്രാഞ്ചിന്റെ 2 വ്യത്യസ്ത ടീമുകൾ, 2 വ്യത്യസ്ത കേസുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്. സ്മിത, ശരി. സലിം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.